നമ്മുടെ രാഹുൽ നമ്മളോട് സംസാരിക്കുന്നു. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. ആദ്യം രാഹുൽ സംസാരിക്കുന്ന ഭാഗം ഞാൻ വെച്ചു തരാം. അതിനുശേഷം തംബ്നെയിലിൽ എഴുതിയ രാഹുലിന് സീറ്റ് കിട്ടുമോ A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? അങ്ങനെയല്ലോ. വി കെ ശ്രീകണ്ഠൻ എംപിയുമായിട്ട് പാലക്കാട് MLA കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിനെ പുറത്താക്കപ്പെട്ട ഒരാളാണ്. പാലക്കാടിന്റെ MP-യെ കാണുമ്പോൾ പാലക്കാടിന്റെ MLA സംസാരിക്കാൻ പാടില്ലേ? പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPM-ന്റെ നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJP-യുടെ ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? വാർത്താ ദാരിദ്ര്യമല്ല. പുതുയുഗ യാത്ര കടന്നു പോകുന്ന സമയത്താണ് വി കെ ശ്രീകണ്ഠൻ MP ഈ ജില്ലയിൽ വരുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാണ്? രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിലിരുന്ന് കാണാം അല്ലേ? പാലക്കാട് വികസനം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ചർച്ച. ഞങ്ങൾ പലതും സംസാരിക്കുക. അത് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിലും തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പുതുയുഗ യാത്രയുടെ പ്രധാനപ്പെട്ട ജാഥയിൽ അംഗമായിട്ടുള്ളവരെ നേരിട്ട് കാണുകയാണ്. അതും മറ്റ് നേതാക്കളില്ലാത്ത രീതി. അതൊക്കെ നിങ്ങളല്ലേ ക്ലബ് ചെയ്തേ? നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? ഞങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ കണ്ട രീതി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അവിടെ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുന്നു. ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഞാൻ പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു. കുറേ നേരം സംസാരിച്ചു. അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നതല്ലോ രാഹുൽ. നിങ്ങൾ കളങ്കമായി കണ്ടോളൂ. അതെൻ്റെ പരാതിയല്ല, എൻ്റെ വിഷയമല്ല. നിങ്ങളെങ്ങനെ കാണണം എന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളെന്താ സംസാരിച്ചത് നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലേ? രാഹുലും വികസനം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാട് വികസനം മാത്രമായിരിക്കില്ല, രാഷ്ട്രീയം സംസാരിക്കില്ലേ? ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത്? എന്തിനാണ്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള രണ്ട് ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിനെന്താ തെറ്റെന്താ? ഇതിൽ തെറ്റുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ നാട്ടിൽ വരുമ്പോൾ അല്ലേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായി എന്താ അല്ലേ നമ്മുടെ രാഹുലിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയില്ലേ പിണറായി വിജയൻ്റെ സർക്കാരെ? അതായത് നമ്മുടെ രാഹുലിൻ്റെ പിന്നാലെ ചില മാധ്യമങ്ങളെ പിണറായി വിജയൻ്റെ സർക്കാർ വെക്കുകയാണ്. രാഹുൽ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്യണം. രാഹുൽ ക്ലബിൽ പോവുകയാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്യണം. അതിനുശേഷം ടെലിവിഷനിലൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുകയാണ്. നാണമുണ്ടോ? രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ശരി തന്നെയാണ്. അങ്ങനെ ഇരിക്കെ വേറൊരു കോൺഗ്രസ് പ്രവർത്തകനോട് രാഹുൽ മിണ്ടരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പിണറായി വിജയൻ്റെ മാധ്യമങ്ങളെ? നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? സത്യം ഞാനൊരു കാര്യം പറയുകയാണ്. ഞാനിന്ന് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം, രാഹുലിനെങ്ങാനും സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവറ്റകൾ എന്ത് ചെയ്യും ഈ മാധ്യമങ്ങൾ? നോക്കൂ നിങ്ങൾ, നമ്മുടെ MP-യോട് ജസ്റ്റ് നമ്മൾ രാഹുൽ സംസാരിച്ചപ്പോൾ അതിന് വലിയ രീതിയിൽ വാർത്ത കൊടുക്കുകയാണ്. പീഡനവീരൻ രാഹുലിനോട് കോൺഗ്രസിൻ്റെ MP ശ്രീകണ്ഠൻ സംസാരിച്ചു. അങ്ങനെയാണ് ഹെഡ്ലൈൻ കൊടുത്തത്. നാണവും മാനവും ഇല്ലാത്തവർ. അതുകൊണ്ടാണ് നമ്മുടെ രാഹുലിന് സീറ്റ് കിട്ടാത്തതൊക്കെ. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ ഇനിയും രാഹുലിന് വേണ്ടി സംസാരിക്കും. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. സബ്സ്ക്രൈബ് ചെയ്താലേ ഈ വീഡിയോ നാലാളിലേക്ക് എത്തപ്പെട്ടാലേ നമ്മുടെ രാഹുൽ നിരപരാധി എന്നറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ ചാണ്ടി ഉമ്മൻ BJP-യുടെ ഒരു റാലി പുതുപ്പള്ളിയിൽ നടക്കുകയാണ്. അവിടെ ഞാനൊരു യുവാവ് എന്ന് നമ്മുടെ ചാണ്ടി ഉമ്മൻ തെളിയിക്കുകയാണ്. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെന്ന് നമ്മുടെ ചാണ്ടി ഉമ്മൻ തെളിയിക്കുകയാണ്. അത് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം. ഓക്കെ, അക്രമം കാണിക്കുന്നത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ വന്നോട്ടെ, അവർ സ്വാതന്ത്ര്യം ഒന്നും തടയുകയേ വേണ്ട. അവർ വന്നോട്ടെ. ശരിക്കും ഇവിടെ കത്ത് തരണ കര
ഇഫ്രാൻ MLA മാർച്ചിനെ തടഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയ്ക്കേടെ ഇടങ്ങി നടക്കാൻ നല്ല ധൈര്യമുള്ള MLA ആണ് എന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലായിരിക്കുകയാണ്. ഈ ജനങ്ങളെ കാണുമ്പോൾ വെളുക്കച്ചിരി ചിരിച്ച് ജനങ്ങളെ പറ്റിച്ച് പുതുപ്പള്ളിയുടെ ഇതാണ് ഒരു ആണത്തം, അല്ലാതെ ഒരു സമരം ചെയ്യുമ്പോൾ കല്ലെറിയുക, അതാണോ ഒരു യഥാർത്ഥ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്? ചാണ്ടിയുമ്മൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചത് എന്ന് നമ്മുടെ ചാണ്ടിയുമ്മൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഓക്കെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടണമെങ്കിൽ, നമ്മുടെ രാഹുലിന് നീതി കിട്ടണമെങ്കിൽ നിങ്ങളാണ് കമൻ്റ് ഇടേണ്ടത്. എൻ്റെ വീഡിയോക്കൊന്നല്ല, ആരൊക്കെ നമ്മുടെ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നു അവരുടെ കമൻറ്റ് ബോക്സിൽ രാഹുലിന് എഴുതിയിട്ട് കമൻറ്റ് ചെയ്യണം. അത് ജനങ്ങൾ നോക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യത ഇല്ല എന്നാണ്. കാരണം അദ്ദേഹത്തിനെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് സപ്പോർട്ടാണ്. ശശി തരൂർ അദ്ദേഹത്തിന് സപ്പോർട്ടാണ്, പിന്നീട് നമ്മുടെ കെ സുധാകരൻ അദ്ദേഹത്തിന് സപ്പോർട്ടാണ്, ഇപ്പോൾ MP ആയ ശ്രീകണ്ഠൻ അദ്ദേഹത്തിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏകദേശം 95 മുതിർന്ന നേതാക്കൾ നമ്മുടെ രാഹുലിന് സപ്പോർട്ടാണ്. പക്ഷേ രാഹുലിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയൻ്റെ പോലീസും BJPയുടെ ചില പ്രവർത്തകരും ഇങ്ങനെ വാർത്ത കൊടുക്കും, പീഡനവീരൻ രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുത്തു. അതുമാത്രമായിരിക്കും ആ ഒരു സമയത്ത് ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിന് ചില മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയാവുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ചാണ് വോട്ട് പിടിക്കുന്നത്. അതായത് പിണറായി വിജയൻ്റെ ഭരണം ശരിയില്ല, പിണറായി വിജയൻ അഴിമതി നടത്തുന്നു, അത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് പിണറായി വിജയൻ ഒന്നും ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യുവത്തുകൾ എന്ത് ചെയ്യും? ആരുടെ ഏതെങ്കിലും ഒരു യുവതിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് 4ാമതൊരു കേസ് നമ്മുടെ രാഹുലിന് ഉണ്ടാക്കും. നമ്മുടെ രാഹുലിനെ വീണ്ടും അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ നമ്മുടെ രാഹുലിന് വീണ്ടും വലിയ ഒരു നമ്മുടെ രാഹുലായിരിക്കും വിഷയം വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കാത്തത്. കാരണം ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം നമുക്ക് പറയാൻ പറ്റൂല. രാഹുൽ മാങ്കൂട്ടത്തിന് 4ാമത്തെ കേസ്, അതിജീവിത അങ്ങനെ പറഞ്ഞു, അതിജീവിത ഇങ്ങനെ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലാവും. അതുകൊണ്ടാണ് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കാത്തത് എന്നാണ് നിലവിൽ പറയുന്നത്. കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കൾ പറയുന്നത്, കോൺഗ്രസിന് വേണ്ടി രാഹുൽ ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കൈ ഞങ്ങൾ വിട്ടിട്ടില്ല, പക്ഷേ കേസ് എങ്ങനെയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തെളിയും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാഹുലിനൊപ്പം നിൽക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കൾ പറയുന്നത്. ആദ്യം തന്നെ റിനിയോടും ഷെഹനാസിനോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങളൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ടേ ഈ ദുനിയാവിൽ നിന്ന് പോകും. ഷെഹനാസെ, നീയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ രാഹുലിനെ കുറിച്ച് പറഞ്ഞല്ലോടി. റിനി എന്ന മഹാജന്തുവാണ് നമ്മുടെ രാഹുലിൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിൻ്റെ യഥാർത്ഥ കാരണക്കാരി റിനി എന്ന മഹാജന്തുവിനെ നമുക്ക് പറയാം. വേണോ റിനി നിനക്ക് ഇങ്ങനെയൊക്കെ? എന്തിനാണ് ഈ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ജീവിതം നീയൊക്കെ ഇല്ലാതാക്കിയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിണിക്ക് 2 അടിയുടെ കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റിനി തുടക്കമിട്ടു, അതിനുശേഷം എന്തൊക്കെയോ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞാൻ വലിയൊരു പീഡനവീരനാണെങ്കിൽ, ഞാൻ 2-3 പേരെ പീഡിപ്പിച്ചെങ്കിൽ, എനിക്ക് 2-3 പീഡന കേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കും, സോറി എൻ്റെ സൗണ്ടിന്, അതായത് ജലദോഷമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കോടതി വെറുതെ വിടോ? എനിക്ക് ജാമ്യം കിട്ടോ? ഞാൻ പെൺകുട്ടികൾ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ കോടതി എന്ത് പറയും? അവനെ എത്രയും പെട്ടെന്ന് പുറത്താക്കും, അവൻ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും, അങ്ങനെയല്ലേ കോടതി പറയുന്നത്? കോടതി സ്വതന്ത്രനായി എന്നെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കോ? നമ്മുടെ ചാണ്ടിയുമ്മൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട്, അതും കൂടി ഞാനൊന്ന് വെച്ച് തരാം. ഞാൻ പോലീസിനോട് ഒഫീഷ്യലി ആവശ്യപ്പെട്ടു. ഒരു കേസിന്റെ ആവശ്യം അവസാനം വീണ ജോർജിനെ പോലെ കഴുത്തെ പിടിച്ച് നാണമില്ല, വേറെ പരിപാടി വല്ലതും.
ഗോ ബാക്ക്. ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസ്സുകാരോടും ഒരു കാര്യം പറയുകയാണ്, CPM-കാരോടും ഒരു കാര്യം പറയുകയാണ്, BJP-കാരോടും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന് ഞാനൊരു ആണൊരുത്തനെന്ന് പറഞ്ഞിങ്ങനെ പുറത്തിറങ്ങി നടക്കും, പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടൂലേ? എല്ലാ നേതാക്കളോടാണ് പറഞ്ഞത്. ഇത് എവിടെ നിന്നാണ് ചാണ്ടി ഉമ്മൻ ഇത്രയും ധൈര്യം കിട്ടിയത്? അവിടെ എന്തും സംഭവിക്കും. അത് BJP-ക്കാർക്ക് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. BJP എന്ന് പറയുന്നത് നെഞ്ചിലേറ്റിയവരാണ്. അവർക്കിടയിൽ അവർ ചാണ്ടി ഉമ്മനെ തെറിവിളിച്ചിട്ടാണ് സമരം തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെ തെറിവിളിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ ഞങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തെറിവിളിക്കുമ്പോൾ, അവരിങ്ങനെ സമരം ചെയ്യുമ്പോൾ, ആ സമരത്തിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന ആ ശത്രു ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ശത്രു അവരുടെ സമരത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്തും സംഭവിക്കാം, അക്രമം സംഭവിക്കാം. അതൊന്നും പേടിക്കാതെ ഞാനൊരു ആണൊരുത്തനെന്ന് പറഞ്ഞിട്ട് അത്രയും ധൈര്യത്തോടെ, അത്രയും തൻ്റെയിടത്തോടെ പുറത്തിറങ്ങാൻ, അത്രയും തൻ്റെയിടത്തോടെ അങ്ങനെയുള്ള സമരത്തിലേക്ക് പുറത്തിറങ്ങാൻ വേറെ ആർക്ക് ധൈര്യമുണ്ട്? നിങ്ങളതൊന്ന് പറയണം. ഓക്കെ, ആർക്കെങ്കിലും ധൈര്യമുണ്ടാവോ? വേറെ ഏതെങ്കിലും നേതാക്കൾ ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല തന്തക്ക് ജനിച്ചതിൻ്റെ ഒരു ഗുണം, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു പ്രേക്ഷകനും കൂടി ഒരു കമൻ്റ് ഇടുന്നുണ്ട്, 6 ജയിക്കും 2026 ഇലക്ഷനിൽ. അതിനുള്ള ഉത്തരം തന്നുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിണറായി വിജയൻ 100% തോക്കും. ഓക്കെ, അതായത് ഏകദേശം ഒരു പക്ഷേ ധർമ്മടുക്കത്തടക്കം പിണറായിക്ക് തോക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 95 മുതൽ 100 കുറയാത്ത സീറ്റിൽ നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വരാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ ഉടൻ വരാം. ഓക്കെ, ബൈ.